ടെസ്റ്റ് എക്സസൈസിനകത്ത് നമ്മൾ ഫോർത്ത് വണ്ണകത്ത് എ ഐ ജെ ഈക്വൽ ടു ഐ പ്ലസ് ജെ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ്. കൺസ്ട്രക്ട് 2/2 മെട്രിക്സ് ആണ്. നമുക്ക് എല്ലാ വർഷവും കൺസ്ട്രക്ട് 2/2 മെട്രിക്സ് ക്വസ്റ്റ്യൻ ഉള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു 2/2 മെട്രിക്സിന്റെ ജനറൽ ഫോം എഴുതണം. അപ്പോൾ ഒരു 2/2 മെട്രിക്സിന്റെ ജനറൽ ഫോം ഏതാ വെച്ചാൽ എ ഐ ജെ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു A11 A12 A21 A22 ആണ് നമ്മുടെ ഇതിന്റെ ജനറൽ ഫോം ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് തന്നേക്കണം ഓരോ വാല്യൂ. ഇതിന് നമുക്ക് വേണമെങ്കിൽ മെട്രിക്സിന് പേര് കൊടുക്കാം. എ എന്ന് ക്യാപിറ്റൽ എ എന്ന് പേര് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇംഗ്ലീഷ് ആൽഫബറ്റ് ഉപയോഗിച്ച് മെട്രിക്സിന് നമുക്ക് പേര് കൊടുക്കാൻ പറ്റും. ഇനി ഇതിനകത്ത് പറയുന്ന ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യം ഫസ്റ്റ് വൺ ഏതാ മക്കളെ? A11 ആണ്. അപ്പൊ ഐ എന്ന് പറയുന്ന 1 ആണ്, ജെ എന്ന് പറഞ്ഞ 1 ആണ്. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് ഐക്ക് പകരം 1 കൊടുക്കും, ജെക്ക് പകരം 1 കൊടുക്കും. അപ്പൊ 1 + 1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അപ്പൊ നമ്മൾ ഐക്ക് 1 കൊടുത്തു, ജെക്ക് 1 കൊടുക്കണം. അപ്പൊ 1 + 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായി മക്കളെ? 2i. 2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2i. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 4/2 വരും. അപ്പൊ നമ്മുടെ ആൻസർ ഈസ് 2 വരും. അപ്പൊ A11 നമുക്ക് 2 കിട്ടി. ഇനി അടുത്ത നമ്മൾ A12 എടുക്കണം. A12 എന്ന് പറഞ്ഞാൽ എന്താ? ഐക്ക് 1 കൊടുക്കണം, ജെക്ക് 2 കൊടുക്കണം. അപ്പൊ നമ്മുടെ ആൻസർ എന്നാ? 1 + 2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 വരും. 1 + 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണ്. അപ്പൊ 3 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 വരും. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 9 അല്ലേ? അപ്പൊ 9/2 വരും. അപ്പൊ നമ്മുടെ ആൻസർ 9/2 കിട്ടി. ഇനി അടുത്ത നമ്മൾ ഏത് കണ്ടുപിടിക്കണം? A21. A21 എന്ന് പറഞ്ഞാൽ ഐക്ക് നമ്മൾ 2, ജെക്ക് നമ്മൾ 1 കൊടുക്കണം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായി നോക്കി? 2 + 1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 കൊടുക്കണം. 2 + 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 3 സ്ക്വയർ ആണ്. 3 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 വരും. 3 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താ? 9/2 വരും. അതിന്റെ ആൻസർ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഒരേ ഒരു നമ്പറുള്ള A22 കൂടെ കണ്ടുപിടിച്ചാൽ മതി. A22 എന്ന് പറഞ്ഞാൽ ഐക്ക് 2 കൊടുക്കണം, ജെക്ക് 2 കൊടുക്കണം. അപ്പൊ 2 + 2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 വരും. 2 + 2 എന്ത് വരും? 4 വരും. അപ്പൊ 4 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 വരും. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 അല്ലേ? അപ്പൊ 16 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 8 വരും. നമ്മൾ ഈ വാല്യൂസ് എല്ലാം നമ്മുടെ മെട്രിക്സ് എയിലേക്ക് കൊടുത്തു. അപ്പൊ നമുക്ക് കിട്ടിയേക്കണം A11 നമുക്ക് കിട്ടിയത് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 അത് കൊടുത്തു. A12 കിട്ടിയത് ദാറ്റ് ഈസ് ഈക്വൽ ടു അതാത് സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. A21 കിട്ടിയത് ദാറ്റ് ഈസ് ഈക്വൽ ടു 9/2. ഇനി A22 കിട്ടിയത് ദാറ്റ് ഈസ് ഈക്വൽ ടു 8. അപ്പൊ നമ്മുടെ മെട്രിക്സ് 2/2 മെട്രിക്സ് ഏതായി മക്കളെ? 2, 9/2, 9/2, 8 ആണ്. ക്ലിയർ ആയല്ലോ?